സ്വകാര്യ ബസ് സമരം യാത്രക്കാരെ വലച്ചു. ഗതാഗത കമ്മീഷണറുമായി നടത്തിയ ചർച്ച പരാജയപ്പെട്ടതോടെ ബസ് ഉടമ സംയുക്ത സമരസമിതി സൂചനാ പണിമുടക്കുമായി മുന്നോട്ട് പോവുകയായിരുന്നു. 22 മുതൽ അനിശ്ചിതകാല സമരം ആരംഭിക്കുമെന്ന് മുന്നറിയിപ്പുണ്ട്. വിദ്യാർത്ഥികളുടെ യാത്രാനിരക്ക് വർദ്ധിപ്പിക്കുക, 140 കിലോമീറ്ററിലധികം ഓടുന്ന ദീർഘദൂര ബസ്സുകളുടെ പെർമിറ്റ് പുതുക്കുക, ജീവനക്കാർക്ക് പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് വേണമെന്ന തീരുമാനം പിൻവലിക്കുക, ഉടമകൾക്ക് അമിത സാമ്പത്തിക ബാധ്യത വരുന്ന അശാസ്ത്രീയ തീരുമാനങ്ങൾ ഒഴിവാക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് ബസ് ഉടമകളുടെ സൂചനാ പണിമുടക്ക്. ഗതാഗത കമ്മീഷണറുമായി നടത്തിയ ചർച്ച പരാജയപ്പെട്ടതോടെയാണ് പണിമുടക്കുമായി മുന്നോട്ടു പോകാൻ സമരസമിതി തീരുമാനിച്ചത്. പണിമുടക്കിന് ആധാരമായ ആവശ്യങ്ങൾ സർക്കാരുമായി ചർച്ച ചെയ്ത് ഒരാഴ്ചക്കകം തീരുമാനം അറിയിക്കാമെന്ന കമ്മീഷണറുടെ നിലപാട് ബസ് ഉടമ സംയുക്ത സമരസമിതിക്ക് സ്വീകാര്യമായില്ല. സർക്കാർ നിഷേധാത്മക നിലപാട് തുടർന്നാൽ 22 മുതൽ അനിശ്ചിതകാല സമരം ആരംഭിക്കാനാണ് സമരസമിതിയുടെ തീരുമാനം. ബസ് സമരത്തെ തുടർന്ന് പാലക്കാട്, തൃശൂർ ജില്ലകളിൽ വലിയ രീതിയിലുള്ള യാത്രാക്ലേശമാണ് ജനങ്ങൾക്ക് നേരിടേണ്ടി വന്നത്. സ്ത്രീ യാത്രക്കാരും വിദ്യാർത്ഥികളും ഏറെ വലഞ്ഞു. ഗ്രാമീണ സർവീസുകൾ മുടങ്ങിയത് വലിയ തിരിച്ചടിയായി. ഏറെ പേരും ഇരുചക്ര വാഹനങ്ങളെയാണ് ആശ്രയിച്ചത്. ഇരുചക്രവാഹനങ്ങൾ സുലഭമായത് ഒരു പരിധിവരെ യാത്രക്കാർക്ക് സഹായകരമായി. KSRTCയും അധിക സർവീസുകൾ നടത്തി. ന്യൂസ് സെൻറ്റർ, ഷൊർണൂർ.